യെരുശലേം ദേവാലയത്തിൻ്റെ പരിസരത്ത് അതിസാമർഥ്യത്തോടെ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ആ ചന്ത എവിടെ പോയി? നമസ്കാരം, സ്വാഗതം. യേശുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയുടെ ചിത്രീകരണത്തിൽ അവിസ്മരണീയമായൊരു സംഭവമാണ് താൻ യെരുശലേം ദേവാലയത്തിൽ കടന്നു ചെന്ന് അവിടെ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ മാത്രം സജ്ജീകരിച്ചിരുന്ന ആ ചന്ത, അവിടെ ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്നവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചോടിക്കുകയും അവിടെ തട്ടകങ്ങളെ മറിച്ചിടുകയും ചെയ്ത് തൻ്റെ ധർമ്മരോഷം പ്രകടിപ്പിച്ചു എന്നുള്ളത്. എന്നാൽ യേശു ഇപ്രകാരം ദേവാലയം ശുദ്ധീകരിച്ച ശേഷം ആ ചന്തയ്ക്ക് എന്ത് പറ്റി എന്ന വചനം നമ്മോട് പറയുന്നില്ല. അതിൻ്റെ ഒരേ ഒരു കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നതാണ്. കാരണം ഈ സംഭവത്തിൽ കൂടെ എന്നേക്കുമായി നമ്മെ അറിയിച്ചിരിക്കുന്നത്, എവിടെയൊക്കെ മതം സ്ഥാപനവൽക്കരിക്കപ്പെടുന്നുണ്ടോ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ, അവിടെയൊക്കെ ആരാധനാലയം ഒരു ചന്ത കൂടെ ആയിരിക്കും എന്ന മാറ്റമില്ലാത്ത ചരിത്ര സത്യമാണ്. ഇത് ഇത്ര വ്യക്തമായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആത്മീയമായ വശമോ അതിൻ്റെ സമകാലീന പ്രസക്തിയോ ഈ ഒരു മർമ്മം കാലാകാലങ്ങളിൽ എങ്ങനെയാണ് പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നത് എന്നതിനെ പറ്റിയോ വ്യക്തമായ ധാരണ വിശ്വാസികൾക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു എളിയ ചിന്ത നിങ്ങളുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് മാത്രമല്ല, എൻ്റെ കടമയാണ് എന്ന് എനിക്ക് തോന്നുവാനും ഈ വീഡിയോ ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നത്. യെരുശലേം ദേവാലയത്തിൽ ആരാധനാലയത്തോട് തോളുരുമി നിന്ന ഈ ചന്ത, അത് കാലം കഴിയും തോറും കാലത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് വിവിധ രൂപങ്ങൾ പ്രാപിച്ചു എന്നതല്ലാതെ ആ ചന്തയുടെ അസ്തിത്വത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം, ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിൽ തന്നെ കാലാകാലങ്ങളിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നു. ശലോമോൻ നിർമ്മിച്ച ദേവാലയമായതുകൊണ്ട് അതിന് രാജകീയമായ പ്രൗഢിയുണ്ടായി. എന്നാൽ അന്ന് യഹൂദന്മാർ മറ്റിടങ്ങളിൽ ആരാധിക്കുന്ന യഹൂദന്മാരുടെ പള്ളികളുണ്ടായിരുന്നു, സിനഗോഗ്സ് ഉണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ കെട്ടിടങ്ങളായിരുന്നു. യെരുശലേം ദേവാലയത്തെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത് വളരെ തുച്ഛമാണ്. കണ്ടാൽ നമുക്ക് ചിരി വരും. അതുപോലെ അതിനുശേഷം നമുക്കറിയാം, മതത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യർ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്ന വിധങ്ങൾ കാലാകാലങ്ങളിൽ ഗണ്യമായ വ്യത്യാസം അതിൽ സംഭവിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ മധ്യാഹ്നകാലങ്ങളിൽ മിഡിൽ ഏജസിലൊക്കെ അതിന് ശേഷവും യൂറോപ്പിലൊക്കെ രാജാക്കന്മാർ അവരുടെ പ്രൗഢി കാണിക്കുന്നതിന് വേണ്ടി മാത്രവുമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കോളനി വാഴ്ച മുഖാന്തരം യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ വലിയ ധനം കുമിഞ്ഞുകൂടിയതിൻ്റെ ഫലമായി അമ്പരചുംബിയായ കത്തീഡ്രലുകൾ, വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാൻ തക്കതായ ആർക്കിടെക്ചർ ഉണ്ടായി, ടെക്നോളജി ഉണ്ടായി, അതിൻ്റെ സാധന സാമഗ്രികളുണ്ടായി. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ആരാധനാലയങ്ങൾ എന്ന് നാം പറയുന്ന ഈ പ്രതിഭാസങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ആ ഓരോ കാലഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർക്കിടെക്ചറൽ സ്റ്റൈലും ടെക്നോളജിയും ഉള്ള സാമഗ്രികളും അനുസരിച്ചാണ്. ഇതിന് ദൈവവുമായി വലിയ ബന്ധമില്ല എന്നതൊരു ചരിത്ര സത്യമാണ്. എങ്കിലും ഞാനിത് പറയുമ്പോൾ പലരും പല്ല് ഞെരിക്കാറുണ്ട്. ആരുടെയും പല്ല് ഞെരിച്ച് കൂടുതലായി പല്ലുകൾ വഷളാക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പറയാനാണെങ്കിൽ ഏറെ പറയാനുണ്ട്. ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിൽ എപ്രകാരം വ്യത്യാസം വന്നുവോ അതുപോലെ തന്നെ ദേവാലയങ്ങളുടെ അനിവാര്യ ഘടകമായ, ഇപ്പോൾ നമുക്ക് 2 ലങ്സ് ഉണ്ട് എന്ന് പറയുന്നു, ഒരെണ്ണം ആരാധനാലയം, മറ്റേത് ചന്ത. നമുക്ക് 2 കണ്ണുണ്ട് എന്ന് പറയുന്നു, ഒരെണ്ണം ദേവാലയം, മറ്റേത് ചന്ത. അതുപോലെയാണ്. അപ്പോൾ ദേവാലയങ്ങൾ
നിർമ്മിക്കുന്നതിൽ മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ ചന്തകൾ ആവിഷ്കരിക്കുന്നതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കൂടെ പരിശോധിച്ച് നിങ്ങളെ ഒരു സുദീർഘമായ ഗൈഡഡ് ടൂർ നടത്തുവാൻ സമയമില്ല. ഒരു ചെറിയ വീഡിയോയിൽ അധിക കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്കറിയാം. ഇതിൻ്റെ സമകാലീനമായ ചില മുഖങ്ങൾ, ചില പ്രവർത്തന രീതികൾ, പ്രകടനങ്ങൾ നമുക്ക് അല്പം ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ സഭകളിൽ ഞായറാഴ്ച തോറും പോയി ആരാധിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇത് വിശദീകരിച്ച് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. ഒരു ഞായറാഴ്ച നടക്കുന്ന ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? പരസ്യം പ്രഖ്യാപിക്കുന്ന സ്ഥാനമാണ്. ഈ പരസ്യങ്ങൾ എന്താണ്? വിശുദ്ധമായ തെണ്ടലാണ്. ഇന്ന സംഭാവന ചെയ്യണം, അവിടെ മിഷൻ ഫീൽഡ് തുറന്നിരിക്കുന്നു, അല്ല ഇവിടെ പള്ളി പണിയുന്നു, അവിടെ ആതുര ശുശ്രൂഷ, പിന്നെ മറ്റും പിന്നെ സെൻട്രൽ ഫണ്ടിൽ അടയ്ക്കാനുള്ളത്, പിന്നെ ഇവിടെ ഇട്ട് കറക്കാനുള്ളത്, പിന്നെ പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി വാങ്ങിച്ചതിൻ്റെ വലിയ കടം, പിന്നെ പുതിയ പള്ളി പണിയിച്ച ശേഷം ആളുകൾക്ക് അതിനകത്ത് ഇരുന്ന് സുഖമായിട്ട് ആരാധിക്കുന്നതിന് എയർ കണ്ടീഷൻ ചെയ്യാനായി ചിലവാക്കിയ ഭീമമായ തുക, അത് ബാങ്കിൽ നിന്ന് എടുത്ത് അതിൻ്റെ EMI അടയ്ക്കാനുള്ളത്. ഞാനിവിടെ തിരുവനന്തപുരം പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പാവപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. ലത്തീൻ കത്തോലിക്കരുടെ ഒരു സെൻ്ററാണ് ഇവിടെ. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 300 മീറ്റർ അകലെ ഒരു വലിയ പള്ളിയുണ്ട്. എനിക്ക് ലഭിച്ച അറിവ് ശരിയാണെങ്കിൽ 8 കോടി രൂപ ചിലവാക്കി നിർമ്മിച്ച ഒരു വലിയ സൗധമാണ്, ഒരു ആരാധനാ ആലയമാണ്. ഞാനവിടെ വല്ലപ്പോഴൊക്കെ ആരാധനയ്ക്ക് പോയിരിക്കുമായിരുന്നു. ഞാനത് നിർത്തിയതിൻ്റെ കാര്യം, ആരാധനയുടെ ഏറ്റവും പ്രധാനമായി അവതരിപ്പിക്കുന്നത് ഈ പള്ളി പണിയാനായിട്ട് ബാങ്കിൽ നിന്ന് കടമെടുത്ത ഭീമമായ തുക, അതിൻ്റെ ഇൻട്രസ്റ്റൊക്കെ ചേർന്ന് ഇങ്ങനെ പർവ്വതം ഹിമാലയം പോലെ വളർന്നു നിൽക്കുന്നു. നിങ്ങൾ ഇത് കൈ അയച്ച് സഹായിക്കണം. അച്ഛനങ്ങ് നിന്ന് ഞെളിപിരി അങ്ങ് തെണ്ടുകയാണ്. വേണ്ട, മറ്റൊരു ദൃശ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അത് ഞാൻ യൂട്യൂബിൽ കൂടെ കണ്ടതാണ്, ഒരു വീഡിയോ. അത് ഓർത്തഡോക്സ് സഭയിലെ ഒരു വിദഗ്ധനായ അച്ഛൻ. അദ്ദേഹത്തിന് വേൾഡ് ബാങ്കിൽ ജോലി കൊടുക്കണം. അദ്ദേഹത്തിന് വേൾഡ് ബാങ്കിൽ ജോലി കൊടുത്താൽ അദ്ദേഹം വേൾഡ് ബാങ്ക് പോക്കറ്റ് ഇട്ടുകൊണ്ടെങ്കിൽ പോരും, അത്ര മിടുക്കനാണ്. അദ്ദേഹം ലേലം വിളിക്കുകയാണ്. എന്താണ്? യേശുവിനെ ലേലം വിളിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കണം, യേശുവിനെ ലേലം വിളിക്കുകയാണ്. അപ്പോൾ ഒരു യേശുവിൻ്റെ ഒരു പടം, അത് ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ കൂടിപ്പോയാൽ ഒരു 100-150 രൂപ കൊടുത്താൽ മുതലാകും. അപ്പോൾ ഇദ്ദേഹം ഇത് ലേലം ചെയ്ത് വിളിച്ച് ഇതങ്ങ് 1 ലക്ഷമാക്കി, 1.25 ലക്ഷമാക്കി. അപ്പോൾ ആളുകൾ വിളിച്ച് മടുത്തപ്പോൾ അദ്ദേഹം പറയുന്നു, അവറാച്ച വിടരുത്, അപ്പുറത്തെ ജോർജ് കുട്ടി കൊണ്ടുപോകും, പിന്നെ അവറാച്ചന് നാണക്കേടാണ് എന്ന് പറയുമ്പോൾ പൊങ്കത്തനം കൊണ്ട് അവറാച്ചൻ പറയും 1,30,000 രൂപ. അപ്പോൾ അവറാച്ചൻ ഇത് പറയുമ്പോൾ അച്ഛൻ പറയും, ഒയ്യോ കറിയാച്ച വിട്ടുകൊടുക്കരുത്, തോമാച്ചനിത് കൊണ്ടുപോകരുത്, ഇത് അവറാച്ചൻ്റെ വീട്ടിലിരിക്കേണ്ടതാണ്. അപ്പോൾ പൊങ്കത്തരം കൊണ്ട് അവറാച്ചൻ പറയും 1,40,000 രൂപ. ഇങ്ങനെ പറഞ്ഞ് അവസാനം 1,50,000 രൂപയ്ക്ക് ഈ ഇത്ര തടിക്കഷ്ണം വിറ്റെന്ന് പറയുമ്പോൾ അവൻ ആരാണ് മോനെ എന്നാലോചിച്ച് നോക്കണം. അപ്പോൾ ഇതാണ് ഈ അന്ന് യേശു ശുദ്ധീകരിച്ചു എന്ന് നാം പറയുന്ന, ഒരു കാലത്തും തിരോധാനം ചെയ്യാൻ സാധ്യമല്ലാത്ത ആ ചന്തയുടെ സമകാലീന ആവിഷ്കാരങ്ങളിൽ ചിലതൊക്കെ. ഇനി അങ്ങനെ പലതുണ്ട്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ബ്രദർ ദിനകരൻ്റെ പ്രെയർ ടവർ. അവിടെ കൊണ്ടുപോയി പൈസ ഇട്ടാൽ ബ്രദർ ദിനകരൻ അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന മാലാഖമാർ പ്രെയർ ടവറിൻ്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉയരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പെട്ടെന്ന് കേൾക്കാം. അതുകൊണ്ട് ദൈവം ഉടനെ നിങ്ങളുടെ അഭയയാചനയ്ക്ക് മറുപടി തരികയും ചെയ്യും. എന്നാൽ ആ ടവറിൽ കയറാതെ താഴെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ നിങ്ങളുടെ പ്രാർത്ഥന ഉയർന്ന് അങ്ങ് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോഴേ 2-3 വർഷം പിടിക്കും. അപ്പോൾ അങ്ങനെ ഉയർന്ന് അവിടെ ചെല്ലുമ്പോൾ ഈ പോകുന്ന വഴിക്ക് നിങ്ങളുടെ വാക്ക് ക്ഷീണിച്ചു പോയാൽ അത് ദൈവത്തിൻ്റെ ചെവിയിൽ പെടത്തില്ല.
അപ്പോൾ അവിടുന്ന് ഉത്തരം കിട്ടുകയുമില്ല. അതേസമയം ടവറിൽ കൊണ്ടുപോയി പൈസ ഇട്ട് ടവറിൻ്റെ മുകളിൽ കയറി ഇദ്ദേഹം നിയമിച്ച ആളുകൾ അലറി വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉടനെ മറുപടി കിട്ടും. ഒന്നാന്തരം ഒരു ചന്തയാണ്, ഫസ്റ്റ് ക്ലാസ് ചന്ത. യെരുശലേം ദേവാലയത്തിൻ്റെ നമ്മുടെ കാലത്തെ ആവിഷ്കാരങ്ങളിൽ നൊബൽ പ്രൈസ് കൊടുക്കേണ്ട ഒരാശയമാണ്, ഒരാവിഷ്കാരമാണ് ഈ പ്രെയർ ടവർ എന്ന് പറയുന്ന ആവിഷ്കാരം. നമുക്കറിയാം, അതുപോലെ യേശുവിനെ വിറ്റ് കാശാക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും, ഇപ്പോൾ ഡിവൈൻ ഹെവൻലി ഫീസ്റ്റ്, ഡിവൈൻ സെൻറ്റർ, അങ്ങനെ മറ്റും ഒരു 1000 ചന്തകൾ കേരളത്തിൽ തന്നെ ഉണ്ട്, നമുക്കറിയാം. പിന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ ഈ ചന്തയുടെ മറ്റൊരു ആവിഷ്കാരമാണ്. നമ്മൾ സ്ഥാപനം നടത്തുന്നത്, യേശുവിൻ്റെ പേരിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ നടത്തുന്നത് വെറും ചന്തയായിട്ടാണ് എന്ന് ഞാനായിട്ട് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പല സഭകളിലും, പ്രത്യേകിച്ച് CSI CNA സഭകളിൽ മെത്രാൻ സ്ഥാനം വാങ്ങിക്കുകയാണ്, അതൊരു ചന്തയാണ്. മെത്രാൻ തന്നെ ഒരു ചന്തയാണ്. ഒരു മെത്രാൻ തിരഞ്ഞെടുപ്പിന് എത്ര കോടി രൂപ ചിലവാക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവസാനം ഈ പണമെല്ലാം ചിലവാക്കി കഴിഞ്ഞ്, ഇപ്പോൾ CSIയുടെ കാര്യം പറഞ്ഞാൽ, ഒരുത്തൻ ഏറ്റവും കൂടുതൽ പണം ഈ വിശുദ്ധ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവൻ മറ്റുള്ളവരെ തോൽപ്പിച്ച് അങ്ങ് വിജയിച്ച് മേളിൽ വന്നു കഴിയുമ്പോൾ അവസാനം മോഡറേറ്റർക്ക് കൈക്കൂലി കൊടുത്തെങ്കിലേ ഇത് ഒന്ന് അനുവദിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെയും ചന്തയാണ്, ഇവിടെ മുഴുവനും ചന്തയാണ്. അപ്പോൾ ഇങ്ങനെ ചന്ത മാറിയിട്ടില്ല, അത് കാലാനുസൃതമായി അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ചന്ത ഇപ്പോഴും അവിടെയുണ്ട്. ചന്തയില്ലെങ്കിൽ ആരാധനാലയമില്ല, ആരാധനാലയമുണ്ടെങ്കിൽ ചന്തയുണ്ടായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു. അപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് ആളുകൾ ഒരേ സ്ഥലത്തിരുന്ന് വിറ്റു, അതിനുശേഷം ആളുകൾ കൊണ്ടു നടന്ന് വിൽക്കും. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ തന്നെ, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഒരു 12 മണി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിരത്തിലിറങ്ങി നടന്നാൽ മൊബൈൽ വാനിൽ കൊണ്ട് നടന്ന് ബിരിയാണി വിൽക്കുന്ന ഒരു കാര്യം, ഒരു നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. എന്ന് പറഞ്ഞതുപോലെ ഈ മൊബൈൽ ചന്തകളുണ്ട്. അതായത് അവിടെ ഓരോ സ്ഥലങ്ങളിൽ മാറി ഈ ചന്ത നടത്തി ഭീമമായ ലാഭം ഉണ്ടാക്കി കൊണ്ടുപോകുന്ന മിടുക്കന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൊബൈൽ ചന്ത നടത്തുന്ന ഒരു മിടുക്കനെ ഈയിടെ എനിക്ക് യൂട്യൂബിൽ കൂടെ പരിചയപ്പെടാൻ ഇടയായി. പക്ഷെ അത് വേണ്ടത്ര ഒരു തെളിച്ചത്തിലല്ല യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹോൾസ്കെയിൽ വ്യാപാരമാണ്. അദ്ദേഹത്തിന് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ഏജൻസി അനുസരിച്ച് ആരിലൊക്കെ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്നുവോ അവരൊക്കെ സിംഹത്തെ പോലെ അലറും എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് കയറി കുട്ടികൾ, പെൺകുട്ടികൾ, യുവാക്കന്മാരൊക്കെ അലറുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ആ അലറുന്നത് സിംഹത്തിൻ്റെ അലർച്ച പോലെയാണോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. എന്നാൽ മാത്രവുമല്ല, അതിന് ഒന്ന് വിഷ്വൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യുന്നത്, സിംഹത്തിൻ്റെ ഇമേജ് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം വാസ്തവത്തിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നായുടെ മുഖമാണ്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റും എന്നതിനുള്ള ഒരു ചെറിയ സൂചന മാത്രമാണ്. ചന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലേബൽ മാറി ഒട്ടിച്ചാൽ എന്ത് സംഭവിക്കും? ഏതാണ്ട് അതുപോലെ. ഏതായാലും ഈ മനു മേനോൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഹോൾസെയിൽ വ്യാപാരി, അദ്ദേഹത്തിന് കിട്ടിയ സ്പെഷ്യൽ ബ്രാൻഡാണ് ഈ ലയൺ ഓഫ് ജൂഡയുടെ അലർച്ച. അത് ഞാൻ ആദ്യം കേട്ടപ്പോൾ ലയൺ ഓഫ് പൂഡ എന്നാണ് എനിക്ക് തിരിഞ്ഞത്. നമ്മുടെ ചെവിയുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ ഇച്ചിരി പഠിച്ചതുകൊണ്ട് ലയൺ ഓഫ് പൂഡ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു OF ആകാം, OFF എന്ന് പറഞ്ഞാൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ പൂടയില്ലാത്ത ലയൺ എന്നാണ് എനിക്ക് തിരിഞ്ഞത്. കാരണം മനുഷ്യരാണല്ലോ ഇങ്ങനെ സിംഹത്തെ പോലെ അലറേണ്ടത്. മനുഷ്യന് മറ്റ് മൃഗങ്ങളുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഏതെങ്കിലും സുവോളജി പ്രൊഫസറോട് ചോദിച്ചാൽ അവർ പറയും. ഇപ്പോൾ 23 തരം കുരങ്ങുകളുണ്ട്, 23 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മങ്കീസ്. അതിൽ ഒരൊറ്റ മങ്കിക്ക് മാത്രമേ ഉള്ളൂ ഈ പൂട കുറവ്, അത് മനുഷ്യനാണ്. മനുഷ്യനും കുരങ്ങും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം,
കുരങ്ങിൻ്റെ ശരീരം മുഴുവനും പൂട കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മനുഷ്യൻ്റേത് അത്രയില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ വാസ്തവത്തിലൊരു കുരങ്ങിൻ്റേത് തന്നെയാണ്. മാത്രമല്ല ആകെപ്പാടെയുള്ള സൗന്ദര്യവും ഏതാണ്ട് ഡാർവിനെ തെളിയിക്കുന്നത് പോലെ തന്നെയാണ്, നിങ്ങൾക്കറിയാം. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലോ നിങ്ങളുടെ മക്കളുടെ മേലോ കൊച്ചുമക്കളുടെ മേലും വരരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങളിത് കാണാൻ. ഏതായാലും ഒരു നല്ല കാര്യം, ഇത് വളരെ അവ്യക്തമായിട്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. കാരണം അത് ഒരു ഇഫക്റ്റിന് വേണ്ടിയായിരിക്കും. തെളിയിച്ച് കാണിച്ചാൽ പൊള്ളത്തരം ആരെങ്കിലും കണ്ട് മനസ്സിലാക്കിയാലോ. ഏതായാലും അല്പം ഇതൊന്ന് കണ്ടു നോക്കൂ. ഇത് വളരെ വ്യക്തമല്ല, എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഇനി ഇരിക്കണ്ട, ഞാൻ ഇരിക്കുന്നില്ല. ഇവിടെ റോറിംഗ് ഉണ്ട്. Look at her. Look at her. She shared the testimony. She shared the testimony. The real nature, the true nature of a born again believer. The true nature of a born again believer. Whether she is 20 years or 21 years. ഏതായാലും അത്രയും മതി. കാരണം മനുഷ്യരുടെ സഹനശക്തിക്ക് ഒരു അതിരുണ്ടല്ലോ എന്നുകൊണ്ട് ഞാനങ്ങ് നിർത്തുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു ബോൺ അഗെയിൻ ബിലീവറാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അയ്യോ പാപം. അപ്പോൾ അത് കുരയ്ക്കാനായിട്ട് നല്ല ട്രെയിനിങ് കൊടുത്ത് പെൺകുട്ടികളെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, എവിടെയെങ്കിലും പെൺകുട്ടികൾ കുരയ്ക്കാൻ തുടങ്ങിയാൽ അപ്പുറത്തെ ആൺകുട്ടികളും കുരയ്ക്കും. അത് ദൈവം നിയമിച്ചാക്കിയ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇദ്ദേഹം പെൺകുട്ടികളെ കൊണ്ട് കുരപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കി പ്രകൃതി അങ്ങ് ഏറ്റെടുക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. പെൺകുട്ടികളിങ്ങനെ കിടന്ന് കുരയ്ക്കുമ്പോൾ അപ്പുറത്ത് ആണുങ്ങളിൽ നിന്ന് കുരയ്ക്കുന്നത് കാണാം. അത് കണ്ടാൽ നിങ്ങളുടെ ആത്മാവിൻ്റെ തിരത്തള്ളൽ കൊണ്ട് നിങ്ങളുടെ തൊലി ഉരിഞ്ഞു. അപ്പോൾ പറയുന്നത് ഇതൊരു പുതിയ ഐഡൻറ്റിറ്റി ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇങ്ങനെ കുരയ്ക്കുന്നവർ, ആത്മാവ് നിറഞ്ഞ് കുരയ്ക്കുന്നവർ, അവരുടെ ഐഡൻറ്റിറ്റി മാറുന്നു. അവർ പിന്നെ മനുഷ്യരല്ല, ലയൺ ഓഫ് പൂട എന്നാണ് പുള്ളി പറയുന്നത്. പൂടയില്ലാത്ത സിംഹങ്ങൾ. വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് ആരെങ്കിലും സിംഹത്തിൻ്റെ ഒരു നല്ല പടമെങ്കിലും എടുത്ത് കൊടുക്കേണ്ടതാണ്. കാരണം സിംഹമാണെന്ന് പറഞ്ഞ് പുള്ളി അവതരിപ്പിക്കുന്നത് ചെന്നായുടെ പടമാണ്. അപ്പോൾ അത്രമാത്രം ആത്മാവിൻ്റെ നടത്തിപ്പ് ഇദ്ദേഹത്തിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഏകദേശമൊക്കെ അറിയാം. പറഞ്ഞത് ഇതെന്തുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊരു മൊബൈൽ മാർക്കറ്റാണ്. ഇപ്പം മൊബൈൽ ബിരിയാണി കൊണ്ട് നടക്കുന്ന പോലെ ഇന്നിവിടെ നാളെ അവിടെ എവിടെയൊക്കെ ആളുകളെ കളിപ്പിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ഈ മൊബൈൽ മാർക്കറ്റും കൊണ്ട് ഇദ്ദേഹം ചെന്ന് വേണ്ടതുപോലെ ഇഷ്ടംപോലെ ഇദ്ദേഹം പണം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചോണം. ഇദ്ദേഹത്തിൻ്റെ പേര് മനു മേനോൻ എന്നാണ്. മിടുക്കൻ. എന്നാൽ ഇത് കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, ഇദ്ദേഹത്തെ ഒരു വിധത്തിലും കളിയാക്കേണ്ട കാര്യമില്ല. കാരണം ഇദ്ദേഹത്തെക്കാൾ ഒരു 10,000 മടങ്ങ് ജനപ്രീതിയും പ്രശസ്തിയും സമൂഹത്തിൽ ബഹുമാനവും ആർജിച്ച ആളുകളും ഇതേ പണികളാണല്ലോ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, സച്ചിൻ ടെണ്ടുൽക്കർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഓരോരോ പരസ്യത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഷാരൂഖ് ഖാനോട് പറയുകയാണ്, പാൻ പരാഗ് മസാല കഴിച്ചാൽ, മനുഷ്യൻ്റെ വായിക്കകത്ത് ക്യാൻസർ വരുത്തുന്ന പരിപാടിയാണ് പാൻ പരാഗ്, അത് കഴിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പറയണം. അന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 കോടി രൂപ, അതാണ് നിങ്ങളുടെ ഫീസ് തരാം എന്ന് പറഞ്ഞാൽ ഷാരൂഖ് ഖാൻ അതുപോലെ നിന്ന് പറയും. ഇപ്പോൾ ഈ പെൺകുട്ടിയെ ഇദ്ദേഹം ട്രെയിൻ ചെയ്ത് സിംഹത്തിനെ പോലെ, ലയൺ ഓഫ് പൂട പോലെ ഇങ്ങനെ ഇട്ട് കുരപ്പിക്കുന്നു. അതിന് ഈ ഷോ കഴിയുമ്പോൾ അതിൻ്റെ 500 രൂപ 1000 രൂപ കൊടുത്ത്, എന്നാൽ ഈ പെൺകുട്ടിയും ഷാരൂഖ് ഖാനും തമ്മിലുള്ള വ്യത്യാസം, ഈ പെൺകുട്ടിക്ക് 1000 രൂപ കൊടുത്താൽ മതി,
ഷാരൂഖ് ഖാൻ ആണെങ്കിൽ 5 കോടി രൂപ കൊടുക്കണം. അത് അമിതാഭ് ബച്ചൻ ആണെങ്കിലും ടെണ്ടുൽക്കർ ആണെങ്കിലും എനിക്ക് ഈ ഫീൽഡ് വലിയ പരിചയമില്ല, നിങ്ങൾ ശേഷം. അപ്പോൾ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ്. ഈ പരസ്യത്തിനായിട്ട് പോക്കറ്റ് നിറച്ച് രൂപയും വാങ്ങിച്ചുകൊണ്ട് അവർക്ക് അവിടെ വായിൽ എന്തിട്ട് കൊടുത്താലും അവർ ഉരുട്ടിക്കൊണ്ടിരിക്കും. അവർ പറയുന്നതിനകത്ത് അവർക്ക് യാതൊരു അനുഭവവുമില്ല, സത്യസന്ധതയുമില്ല. പറയുന്ന സത്യമാണോ കള്ളമാണോ എന്നവർക്ക് അറിയുകയും വേണ്ട. അവർക്ക് കിട്ടേണ്ടത് കിട്ടി, അടുത്ത ഷോ വരുന്നത് വരെ അവർ അതിന് കാത്തിരിക്കും. അത് തന്നെയാണ് ആ ചന്തയാണ് ഈ ചന്ത, ഈ ചന്തയാണ് ആ ചന്ത. ആ ചന്തയും ഈ ചന്തയുമാണ് അന്നത്തെ ആ ചന്ത. അന്നത്തെ ആ ചന്ത പോയിട്ടില്ല. അതിതാ ഇവിടെ ചന്ത, അവിടെ ചന്ത, എല്ലായിടത്തും ചന്ത. ഇതാണ് നമ്മുടെ അവസ്ഥ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പക്ഷേ ഇത് തിരിച്ചറിയുവാൻ വിശ്വാസ സമൂഹത്തിന് മൂളയില്ലാതായിപ്പോയി. എന്ത് ചെയ്യാം? പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. പെൺകുട്ടികളെ കൊണ്ട്, ആൺകുട്ടികളെ കൊണ്ട്, അല്ല ആരെ കൊണ്ടെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ ലയൺ ഓഫ് പൂഡ പോലെ ഇങ്ങനെ കുരപ്പിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ആർക്കാണ് പ്രയോജനം? ആളുകളെ കൊണ്ട് ഇങ്ങനെ കുരപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ടോ? അതിനേക്കാൾ നല്ല പണി ഞാൻ പറഞ്ഞുതരാം. ഈ പെൺകുട്ടികളിരിക്കുന്ന സ്ഥലത്തോട്ടൊരു പാമ്പിനെ വിട്ടാൽ മതി, അവർ നല്ലതായിട്ട് അലറി കാണിക്കും. ഒരു പരിശീലനവും വേണ്ട, പൈസയും കൊടുക്കണ്ട. അല്ല, വേറൊരു പണി പറഞ്ഞുതരാം. അവിടെ ആൺകുട്ടികളും ഉണ്ടല്ലോ, അവർക്ക് നല്ല ലഹരി മരുന്ന് കൊടുത്തിട്ട് ഒരു 2 മാസം കൊടുത്ത് അവരെ ശരിക്കും അഡിക്റ്റഡ് ആയിട്ട് ഒരു ദിവസം കൊടുക്കാതിരുന്നാൽ അവരിങ്ങനെ അലറിക്കൊണ്ടേയിരിക്കും. ലയണോ പൂടയൊക്കെ ഓടി രക്ഷപ്പെടും. ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണത്. അലറുന്നതാണ് നിങ്ങൾക്ക് ആത്മാവിൻ്റെ പ്രവർത്തനമെങ്കിൽ മനുഷ്യരെ കൊണ്ട് അലറിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. ഒരുത്തനെ പേപ്പട്ടി കൊണ്ട് കടുപ്പിക്കാം. അവന് പേപ്പട്ടി രോഗം വരുന്നു, റേബിസ് വന്നു കഴിയുമ്പോൾ അവൻ അലറും. പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാ വെറുതെ പാവം പരിശുദ്ധാത്മാവിനെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതൊന്നും ആവശ്യമില്ല. ഒരു പേപ്പട്ടി മതി, പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ ഈ കോമാളിത്തരം കണ്ടാൽ ഇത് വെറും കാപഠ്യമാണ്. മടലുകൊണ്ട് അടി കൊടുത്താൽ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും എന്ന പച്ച പരമാർത്ഥം ക്രിസ്ത്യാനി തിരിച്ചറിയുന്നില്ല. എന്നാൽ അവരെ മടലുകൊണ്ടടിക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. കാരണം നമ്മൾ വളരെ അഭിമാനത്തോടെ ഇങ്ങനെ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭകളിലും ഇതേ ചന്തയാണ്. അവിടുത്തെ ചന്ത നടത്തുന്ന രീതി ഇച്ചിരി വ്യത്യാസമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പരിണിത ഫലം ഒന്ന് തന്നെയാണ്. അവിടെ ലയൺ ഓഫ് പൂഡയുടെ ഒന്നും ആവശ്യമില്ല. അവിടെ സിംഹാസനത്തിലിരിക്കുന്ന മാന്യന്മാരുണ്ട്. അവർ നിശ്ചയിക്കും എപ്പോഴാണ് ചന്ത തുറക്കേണ്ടത്, എപ്പോഴാണ് ചന്ത അടയ്ക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കണക്ക് തന്നെയാണ്. വിവിധ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവസാനം നോക്കുമ്പോൾ എല്ലാം ലയൺ ഓഫ് പൂഡ തന്നെയാണ്. ഇതിൻ്റെ ലക്ഷ്യമൊന്ന് തന്നെയാണ്. യെരുശലേം ദേവാലയത്തിൽ പരിസരത്ത് സ്ഥിതി ചെയ്ത ഒരു ചന്തയില്ലേ, അത് മറ്റൊന്നുമല്ല, അതുമാത്രം. നമസ്കാരം.